അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രാർത്ഥന നിറഞ്ഞ കാത്തിരിപ്പുകൾക്ക് ശേഷം വിശ്വാസികൾ വീണ്ടും വിശുദ്ധ റമളാനിൻ്റെ പുണ്യദിനരാത്രങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറ. ശക്തമായ കാറ്റും കോളും നിറഞ്ഞ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ടാണ് ശാന്തമായ വിശുദ്ധമായ റമളാനിൻ്റെ കരയിൽ ഈ വിശ്വാസികൾ അണഞ്ഞു നിൽക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മോട് കൂടെ കൂടിയ നീന്തിയ പലരും ഈ ശക്തമായ മാരിയിൽ അകപ്പെട്ടുകൊണ്ട് നമ്മോട് വിട പറഞ്ഞു പോയി. അവർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. നമ്മൾ ഈ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഈ വിശുദ്ധമായ റമളാനിൻ്റെ പുണ്യരാത്രിയിൽ പ്രവേശിച്ചു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൗഭാഗ്യമായി നമ്മൾ കാണണം. അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. ഓരോ വിശ്വാസികളും അള്ളാഹുവിനെ സ്തുതിക്കാൻ ഈ സമയം ഉപയോഗിക്കണം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറ, അൽഹംദുലില്ലാഹി ഹംദൻ കസീറ, അൽഹംദുലില്ലാഹി ഹംദൻ കസീറ. ഇനി ശരീരവും മനസ്സും ഒന്നിച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ദിനരാത്രങ്ങളാണ് വരാനിരിക്കുന്നത്. ഉപേക്ഷയുടെയും വെടിയലിൻ്റെയും പുതിയ ശീലവും സംസ്കാരവുമാണ് വിശുദ്ധമായ റമളാൻ ഷരീഫ്. അന്നപാനീയങ്ങളും സുഖഭോഗങ്ങളും ബോധപൂർവം വേണ്ടെന്ന് വെക്കാനുള്ള ത്യാഗം നോമ്പിൻ്റെ കരുത്താണ്. അതുകൊണ്ടാണ് നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് ഇതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലാത്തരം വിശപ്പുകളെയും അടക്കി ഒതുക്കുമ്പോഴാണ് നോമ്പ് അള്ളാഹുവിനുള്ളതായി മാറുന്നത്. അവയവങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യൻ്റെ ചിന്തകൾക്കും നോമ്പുണ്ട്. ശരീരത്തിലെ ഓരോ അവയവവും സത്യത്തിൽ അതതായ വിധി വിശുദ്ധമാകുമ്പോൾ മാത്രമാണ് നോമ്പ് സഫലമായി മാറുന്നത്. അപ്പോഴാണ് മനുഷ്യന് അള്ളാഹുമായി കൂടുതൽ സാമീപ്യം പ്രാപിക്കാനാവുക. വിശപ്പാണ് ലോകത്തെ ഏറ്റവും വലിയ പാഠം. സൃഷ്ടിക്കും സൃഷ്ടാവിനും ഇടയിൽ മറയില്ലാത്ത അമലായി അള്ളാഹു നോമ്പ് തിരഞ്ഞെടുത്തതും വിശപ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തന്നെയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമളാൻ ഷരീഫിൻ്റെ വരവ് ആഹ്ലാദം ജനിപ്പിക്കുന്ന ഒരു വലിയ സംഭവമായി കാണുകയാണ്. ആഹ്ലാദപരിതരാണ് വിശ്വാസികൾ. സത്യത്തിൽ അവൻ്റെ കണ്ണിന് കടിഞ്ഞാണിടണം, അവൻ്റെ കൈകാലുകൾക്ക് അവയവങ്ങൾക്ക് മുഴുവനും കടിഞ്ഞാണിടണം. അവന് ഭക്ഷണമില്ല, പാനീയമില്ല, ഒന്നുമില്ല, ആഗ്രഹങ്ങളുള്ളതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് പോലും ഇതൊരു ആഘോഷമായി മാറുന്നതിൻ്റെ ആ രഹസ്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ രഹസ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ആ രഹസ്യമാണ് നാളെ ആഖിറത്തിലുള്ള മോചനവും ആഖിറത്തിലുള്ള സുഖത്തോടു കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം. അതാണ് ഈ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നോമ്പനുഷ്ഠിക്കുമ്പോൾ വിധാനുഷ്ഠാനികളാകുമ്പോൾ നമുക്ക് ആവേശം നൽകുന്നത്. ആഖിറം ധന്യമാവണം. അവിടേക്കുള്ള മുതൽക്കൂട്ടായി ഇവിടെ നമ്മൾ ഇഷ്ടം പോലെ അമലുകൾ ചെയ്യണം. അതിന് പറ്റുന്ന മാസമായതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ പുണ്യങ്ങളെ കൊണ്ട് പുണ്യങ്ങൾ നിറഞ്ഞ പൂക്കാലമായ വിശുദ്ധമായ റമളാൻ ശരീഫ് വരുമ്പോൾ വിശ്വാസികൾക്ക് സന്തോഷമുണ്ടാകുന്നത്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, മൻ ഫരിഹ ബിദുഖൂരി റമളാന, റമളാൻ മാസത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി ആരെങ്കിലും സന്തോഷിച്ചാൽ ചില്ലറ വിഷയമല്ല അത്. കാരണം ഇത് നമുക്കൊരു വലിയ സന്തോഷം കണ്ടില്ല, എല്ലാ ആളുകൾക്കും സന്തോഷമാണ്. റമളാൻ ഷരീഫ് വരുന്നതോടുകൂടി മർഹബായ ഷഹ്റ റമളാൻ എന്ന് വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എത്തുമ്പോഴുണ്ടാകുന്ന സന്തോഷം വിലമതിക്കാത്തതാണ്. ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ മൻ ഫരിഹ ബിദുഖൂരി റമളാന, റമളാൻ്റെ പ്രവേശനം കൊണ്ട് ആർക്കെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ അങ്ങനെ സന്തോഷിക്കുന്ന ആളുകൾ ഹറമല്ലാഹു ജസദഹു വലൻ നീറാനി, അവൻ്റെ ശരീരം നരകത്തിൻ്റെ മേൽ അള്ളാഹു ഹറാമാക്കുന്നതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയുന്നത്, നമ്മൾ ഈ പ്രവേശനം കൊണ്ട് തന്നെ സന്തോഷിക്കുകയാണ്. ഈ സന്തോഷം തന്നെ മതി നമുക്ക് നരകമോചനമായി എന്ന് അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മളൊക്കെ അള്ളാഹിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മുടെ കൂടെ കാറ്റും കോളും തവക്കാതെ നമ്മോട് കൂടെ നീന്തിയ പലരും ആയിലേക്ക് ആണ്ടുപോയിരിക്കുകയാണ്. നമ്മൾ രക്ഷപ്പെട്ട് കരക്കണഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ അനുഗ്രഹമാണ് വിശ്വാസികളായ നമുക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കൊക്കെ വേണം. അൽഹംദുലില്ലാ, ഇനി നന്മയുടെ നാളേക്കുള്ള ആഖിറത്തിലേക്കുള്ള വിഭവങ്ങൾ സമാഹരിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ. അവൻ സദഖയിലൂടെയും നിസ്കാരങ്ങളിലൂടെ, നോമ്പിലൂടെ, ഖുർആൻ പാരായണങ്ങളിലൂടെ, മറ്റുള്ള സൽക്കർമ്മങ്ങളിലൂടെ എല്ലാം അതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്, സമയത്ത് റസൂലുള്ളാഹി ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമളാന, റമളാൻ മാസത്തിൻ്റെ പുണ്യം ഒരു വിശ്വാസി എൻ്റെ ഉമ്മത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ തമന്നൗ അന്തകൂന ആ സന, ഈ കൊല്ലം എല്ലാ വർഷം മുഴുവനും റമളാനാവാൻ
വർഷം മുഴുവനും റമദാനാവണമെന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ചു പോകും. കാരണം റമദാൻ അത്ര വലിയ പുണ്യങ്ങൾ നിറഞ്ഞതാണ്. റമദാനിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടാൻ പോകുന്ന സൗഭാഗ്യം വലിയതാണ്. അതുകൊണ്ടാണ് കൊല്ലം മുഴുവനും റമദാനാണെങ്കിൽ ആയെങ്കിൽ എന്നൊരു വിശ്വാസി ആഗ്രഹിച്ചു പോകുന്നത്. റമദാൻ പട്ടിണി കിടക്കുകയാണ്, എന്നിട്ട് പോലും ഒരു വർഷവും ഓരോ വർഷവും റമദാനായാൽ എത്ര നന്നായേനെ എന്ന് ചിന്തിക്കുന്നത് വിശ്വാസികളാണ്. അങ്ങനെ ആ ഉമ്മത്തീങ്ങൾ അത്ര വലിയ ആഗ്രഹം പ്രകടിപ്പിക്കും ഇവരറിയുകയാണെങ്കിൽ. നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ആനന്ദം വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും അതിൻ്റെ കാമ്പിനെക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് സാധ്യമായിട്ടില്ല. അങ്ങനെ സാധ്യമായിരുന്നു എങ്കിൽ റമദാൻ ഒന്ന് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ എന്ന് വിചാരിക്കില്ല. ഓരോ വർഷവും റമദാൻ ആണെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ലിയന്നൽ ഹസനത ഫീ മുജ്തമിഅ, അതിലെ ഹസനാത്തുകൾ ഒരുമിച്ച് കൂടുകയാണ്. ഒരുമിച്ച് കൂട്ടപ്പെട്ട കുറേ അനുഗ്രഹങ്ങളാണ്, ഇഷ്ടംപോലെ അനുഗ്രഹങ്ങളാണ്, ഇഷ്ടംപോലെ നന്മകളാണ്. അത് മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുകയാണ്. വത്വായത്ത് മഖബൂല, ത്വായത്ത് സ്വീകരിക്കപ്പെടുന്ന സന്ദർഭമാണ്. അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോഴും ആരാധന ചെയ്യുമ്പോഴും അത് സ്വീകാര്യയോഗ്യമാവുകയാണ്. വദ്ദഅവാത്ത് മുസ്തജാബ, ദുആകൾക്ക് മുഴുവനും ഉത്തരം കിട്ടപ്പെടുകയാണ്. വദ്ദുനൂബ മഗ്ഫൂറ, തെറ്റുകളൊക്കെയും മഗ്ഫൂറത്താണ്, തെറ്റ് മുഴുവനും പൊറുക്കപ്പെടുന്നതാണ്. എല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. ഇത്ര വലിയ മഹത്വമുള്ള വിശുദ്ധമായ റമദാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹമായി നമ്മൾ കാണുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ സൗഭാഗ്യം, ഇത്ര വലിയ നന്മകളുടെ എല്ലാറ്റിൻ്റെയും എല്ലാ നന്മകളും ഒരുമിച്ച് കൂടുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടപ്പെടുന്ന, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ മുഴുവനും സ്വീകരിക്കപ്പെടുന്ന ഈ പുണ്യമാസത്തിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുക്കാനും അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് നാളെയുള്ള ലോകം അത് സമാധാനപൂർണമായ നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാനും ഉതകുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കാൻ നമ്മളൊക്കെ മുന്നോട്ട് വരണം. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ യാതൊരു അലംഭാവവും കാണിക്കാൻ പാടില്ല. ഖുർആൻ്റെ വാർഷികമാണ്, ഖുർആൻ ഇറക്കിയ വർഷമാണിത്. ഈ വാർഷികമാഘോഷവേളയിൽ ഖുർആൻ പാരായണം ചെയ്യാനും ആ ഖുർആൻ പാരായണം ചെയ്ത് ഓരോ ദിവസവും 1, 2, 3 ജുസുകൾ ഓതി കഴിയുമ്പോഴേക്കും ഖതമുകൾ തീർക്കാൻ വേണ്ടി വിശ്വാസികളായ നമ്മളൊക്കെ മുന്നോട്ട് വരണം. അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരങ്ങൾ, നമുക്ക് കനിഞ്ഞു കിട്ടിയ ഈ വിശുദ്ധമായ റമദാൻ ഷരീഫിൻ്റെ പുണ്യദിനരാത്രങ്ങളെ ധന്യരാക്കാൻ ഇതിലൂടെ നമുക്ക് സാധ്യമാകും. ഒരു തറാവീഹും ഒഴിവാക്കാതെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് സുന്നത്തുകൾ ഇഷ്ടം പോലെ ചെയ്ത് സ്വതക്കകൾ ചെയ്യാൻ കഴിവിൻ്റെ പരമാവധി അതിൽ പങ്കാളികളായി, ഒന്നുമില്ലെങ്കിൽ സ്വന്തം പ്രിയപ്പെട്ട അയൽവാസിയും പ്രിയപ്പെട്ട പാവപ്പെട്ട ആളുകളെയും ഒക്കെ സഹായിക്കുവാനും അവരുടെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അവർക്കുള്ള അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി പങ്കാളികളാവാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിലൂടെയൊക്കെ വലിയ നേട്ടങ്ങളാണ് ഒരു വിശ്വാസിക്ക് ഇതിലൂടെ കിട്ടാനുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവരും സന്തോഷിക്കുകയാണ്, ആഹ്ലാദപരിതരാണ് എല്ലാവരും. അൽഹംദുലില്ലാ, ഈ സന്തോഷത്തിലൂടെ, ഈ ആഘോഷത്തിലൂടെ, ഈ വിശുദ്ധമായ റമദാൻ ശരീഫിൽ പ്രവേശിച്ചതുള്ള സന്തോഷത്തിലൂടെയെങ്കിലും നരകമോചനത്തിന് അള്ളാഹു നമുക്കത് കാരണമാക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികളൊന്നുകൂടി പറയുന്നു, അമൂല്യമായി കിട്ടിയ സന്ദർഭമാണിത്. നമ്മുടെ കൂട്ടുകാർ പലരും നമ്മോട് കൂടെ ഓടിയവരും മുഴുവനും വായിലേക്ക് കണ്ടുപോയി. നമ്മൾ ഈ മഹാമാരിയെ മറികടന്നുകൊണ്ട് വിശുദ്ധമായ റമദാനിൻ്റെ ശാന്തമായ ഈ കരയിൽ അണഞ്ഞിരിക്കുകയാണ്. ഇത് വിനിയോഗിക്കാൻ ഇതിലേറെ ഇനി നമുക്ക് ഒരവസരം കിട്ടുമെന്നാരും പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഇത്ര വലിയൊരു ദുരന്തത്തെയാണ് നമ്മൾ മറികടന്നുകൊണ്ട് വിശുദ്ധമായ റമദാനിലെത്തിയത്. കഴിഞ്ഞ റമദാൻ നമുക്കറിയാം, നമ്മൾക്ക് ശോകമൂഖമായ അന്തരീക്ഷമായിരുന്നു. പള്ളികളില്ല ഒക്കെ അടക്കപ്പെട്ടിരിക്കുകയാണ്. തറാവീഹിൻ്റെ ജമാഅത്ത് നടന്നില്ല. എല്ലാം അടച്ചുപൂട്ടപ്പെട്ട ഒരു രീതിയിലായിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞു പോയതെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഭൗതികമായിട്ടെങ്കിലും ഈ വിശുദ്ധമായ റമദാൻ ഷരീഫിൻ്റെ ഈ പുണ്യദിനരാത്രങ്ങളെ സ്വീകരിക്കാൻ വളരെ രീതിയിൽ നമുക്കതിനെ സ്വീകരിക്കാനുള്ള അവസരമുണ്ടായിരിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഇത് കഴിയുന്നത് വരെയും അതിന് ശേഷവും ഇങ്ങനെയുള്ള മാറാവ്യാധികളിൽ നിന്നും മഹാമാരികളിൽ നിന്നുമൊക്കെ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തട്ടെ. സർവശക്തനായ അള്ളാഹു അവൻ്റെ പള്ളികളിൽ പോയി ധന്യരാവാനും തറാഹി നമസ്കാരങ്ങൾക്കും മറ്റുമൊക്കെ പങ്കാളികളാവാനും പള്ളിയിൽ പോയി ഇത്തിക്കാഫിരിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ അള്ളാഹു തആല നമുക്ക് നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികൾ
അള്ളാഹുവിനെ സ്തുതിക്കുക. ഈ വിശുദ്ധമായ റമദാൻ ഷരീഫിൻ്റെ പുണ്യ ദിനരാത്രങ്ങൾ വന്നണഞ്ഞതിന് അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുക. സർവശക്തനായ അള്ളാഹുവെ, ഈ വിശുദ്ധമായ റമദാൻ ഷരീഫിൽ ഞങ്ങൾ വന്നണഞ്ഞിരിക്കുന്നു. ഈ റമദാൻ ഞങ്ങൾക്ക് സാക്ഷിയാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ കൂടെ നടന്നവർ, ഞങ്ങളോട് വിട്ടുപിരിഞ്ഞു പോയ ആളുകൾ, അവർക്കൊക്കെയും അള്ളാഹുവെ നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ അള്ളാഹു തുണക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.